കുട്ടികൃഷ്ണൻ വൈദ്യർ ഇരുന്നപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾ ഈ കലിങ്കടക്കാനായിട്ടുള്ള നടപ്പ്. കലിങ്കടക്കാനായിട്ട് ചെല്ലുമ്പോൾ കുട്ടികൃഷ്ണൻ വൈദ്യർ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കോർപ്പറേഷൻ വഴി കലിങ്ക കടക്കാനായിട്ട് സാധിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളിനി പോകാനായിട്ട് ഒരു സ്ഥലങ്ങളില്ല. മേയറിൻ്റെ അടുത്ത്, കലക്ടറിൻ്റെ അടുത്ത്, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ 15-ാം ഡിവിഷനിലെ ജിജിയുടെ അടുത്തും ചെല്ലുമ്പോൾ ഇപ്പോൾ ആകും എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിടും. അഭിലാഷിൻ്റെ അടുത്തും അങ്ങനെയൊക്കെ തന്നെ പോവുകയും വരികയൊക്കെ ചെയ്യും. ഈ കട്ടപ്പാറ സൂസ് പൊട്ടിച്ച് ആ റോഡ് അങ്ങോട്ട് വിട്ടതാണ് ഇത്രയും നാശം ഞങ്ങൾക്ക് സംഭവിച്ചത്. അതുപോലെ ഞങ്ങൾ ഈ കലിങ്കടക്കലും തുറക്കലുമായിട്ട് ആഗസ്റ്റിൽ തുറക്കും, ആഗസ്റ്റിൽ പൂട്ടും, മെയിലും അടക്കും. അത് ആ ഒരു കണ്ടീഷനത്തിലാണ് ഞങ്ങൾ നടന്നേച്ചത്. ഞങ്ങൾ ഒരു 5-6 പെണ്ണുങ്ങൾ ഇതിനായിട്ട് നടന്നേച്ചതാണ്. നടന്ന് കാല് കഴിച്ച് ഈ കെ ബാബു എന്ന് പറഞ്ഞ സാറും അവിടെ വന്നതാണ്. ആ സാറിനാണ് ഞാൻ പറഞ്ഞു, സാറ് എത്രയും വേഗം ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നോ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞ് കടയിൽ കിട്ടുന്ന സാധനമല്ല ചേച്ചി എന്ന് പറഞ്ഞു. അന്നത്തെ കൊണ്ട് പിന്നെ ഞാൻ ആ സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. സുരാജ് പറഞ്ഞ് എത്രയും വേഗം ഞാൻ ചെയ്തു തരാം സാർ കുറ്റങ്ങളെന്നും പറഞ്ഞു പോയിട്ട് എന്താണ് ചെയ്യണേന്നും എടുക്കണേന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇനി പോകാൻ ഒരു സ്ഥലമില്ല. ഞാനും അവിടെയുള്ള പെണ്ണുങ്ങളും കൂടി കൗൺസിലർമാരായ എല്ലായിടത്തും ഞങ്ങൾ ആഴ്ച 2 ദിവസം വെച്ച് പോവുകയാണ്. ഡിജിനെ എല്ലാ ദിവസവും ഞാൻ വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്യല്ലാതെ ഒരാളും ഞങ്ങൾക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. കുട്ടികൃഷ്ണൻ വൈദ്യരാണ് ഞങ്ങൾക്ക് ഇതിനെല്ലാം വിജയം ഉണ്ടാക്കി തന്നത്. ബേസിലിരുന്ന സമയത്താണ് ആ കരിങ്കടിച്ച് പൊട്ടിച്ച് ആ വഴി ഉണ്ടാക്കിയത്. ആ വഴി പൊട്ടിച്ചതിനാലും കൂടി ഞങ്ങൾ വെള്ളത്തിനാണ് ഇന്ന് വരെ കാത്തു. ഞങ്ങളുടെ സ്ഥിതികൾ ആരും മനസ്സിലാക്കണില്ല. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവിടെ ജീവിക്കണത്. നേരെ വെളുത്തായിട്ട് വരുമ്പോൾ ഞങ്ങൾ വെള്ളം കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും ശരീരം എല്ലാം തളർന്നു പോവുകയാണ്. ഞങ്ങൾ ആരാടി എന്ന് പറയും. ഞങ്ങൾക്ക് ഒരാളില്ല. പാർട്ടിക്കാർ വോട്ടാകുമ്പോൾ അങ്ങോട്ട് വരും, വോട്ട് ചെയ്യണമെന്ന് പറയും. ഞാൻ പറയും ഒരാളിനും വോട്ട് ചെയ്യരുത്. എല്ലാവരോടും ഞാൻ പറയും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എല്ലാം പോകും വോട്ട് ചെയ്യാനായിട്ട്. അന്നേരം ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു വരും. ഇപ്പോഴും ഞാൻ 2-3 പാർട്ടിക്കാരുടെ അടുത്ത് ചെന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ തയ്യാറില്ല. വെള്ളത്തിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടാ ഞങ്ങൾ വന്നിരിക്കും, അല്ലാതെ നിങ്ങൾ വിളിക്കുന്നിടത്തൊന്നും ഞങ്ങൾ വരാൻ തയ്യാറല്ല എന്നൊരു പാർട്ടിക്കാരോട് പറഞ്ഞു. ഏത് പാർട്ടി വന്നി? ഒരു പാർട്ടി ഇവിടെ വന്നില്ല. വോട്ടാകുമ്പോൾ അവരിങ്ങോട്ട് വരും, ചെയ്തോ എന്നും പറഞ്ഞു. ആർക്ക് ചെയ്യണമെന്ന് ഒരാളിനും ഞങ്ങൾ ഇനി വോട്ട് ചെയ്യാൻ തയ്യാറില്ല. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കണത്. ഇപ്പോഴും വെള്ളത്തിന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇനി എവിടെ പോകും? കമ്മ്യൂണിസ്റ്റുകാരും വരും, കോൺഗ്രസ്സുകാരും വരും. വോട്ടാവുമ്പോൾ എല്ലാവരും വരും. അല്ലാതെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയല്ല. റിപ്പല്ലോ സാറ് ഞങ്ങൾക്ക് അവിടെ റോഡൊക്കെ ചെയ്തു തന്നു. റിപ്പല്ലോനെന്ന് പറയും അത് കലിങ്ക അടക്കാന കാര്യം പറയുമ്പോൾ ആ സാറ് ഞങ്ങൾക്ക് എല്ലാം എഴുതി തന്നു. ഞങ്ങൾ കോർപ്പറേഷനിൽ പോകും, കൊച്ചിൻ കോർപ്പറേഷൻ ഇവിടെ പോകും, എറണാകുളം മേയറിൻ്റെ അടുത്ത് പോകും, എല്ലാ സ്ഥലത്തും പോകും. പോയി ഓരോരോ ഇത് കൊണ്ടുകൊണ്ടുവന്നാണ് കലിങ്ക അടക്കണത്. ആ കലിങ്കാണ് ബേസിലിരുന്നപ്പോൾ പൊട്ടിച്ച് അവിടെ ഫ്ലാറ്റ് പുറമാക്കിയത്. ആ കലിങ്ക് നിർത്തി വെച്ചാൽ അപ്പുറം ആ വഴി ഉണ്ടാക്കിയെങ്കിൽ ഈ വെള്ളത്തിലല്ല. അത് എല്ലാ കൊല്ലവും കെട്ടും. ആഗസ്റ്റിൽ അത് കെട്ടും, പൂട്ടും, മെയ്യിൽ തുറക്കും. അങ്ങനെയാണ് അത് ചെയ്തേണ്ടെന്ന് വെച്ചത്. കട്ടപ്പാറ സൂസ് ഫലാനത്തോട് ഇതെല്ലാം ഞങ്ങൾ അടച്ചുണ്ടെന്ന് വെച്ച സ്ഥലമാണ്. ആ വൈദ്യുതിയുന്ന സമയം തുടങ്ങി ഇന്ന് വരക്കാത്ത ഒരു പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പടിഞ്ഞാറ് എന്തോരം ജനം കിടപ്പുണ്ട്. ഒരൊറ്റ ജനത്തിനെ എവിടെയാണെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പാർട്ടിക്കാർ. വോട്ടാവുമ്പോൾ അവരങ്ങോട്ട് വരും 5-6 പേര്. ഞാൻ പറഞ്ഞു സാറേ എത്രയും വേഗം ചെയ്തു, അത് പീഡിയയിൽ കിട്ടുന്ന സാധനമല്ല പെങ്ങളെ എന്നും പറഞ്ഞു പോയി. നമ്മുടെ കൗൺസിലർ അഭിലാഷും ഉണ്ടായി. നീ അങ്ങ് എവിടെ പോണം? നടന്ന് കാല് കഴിച്ച്. അപ്പോഴാണ് ഇത് പിള്ളേർ ഇതിനിടപെട്ടേക്കണേ. അപ്പോൾ അവരോട് പറഞ്ഞു ഇവിടെ വേണമെങ്കിലും വരാൻ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളാകെ വെള്ളത്തിലാണ്. ഒരു ബാത്റൂമിൽ പോകാൻ പോലും ഞങ്ങൾക്ക് പറ്റണില്ല. ആ പ്രദേശത്ത് കിടക്കുന്ന ആളുകൾക്ക് അറിയാമോ? ഞങ്ങൾ ആരോട് പറയാം? ഒരാളും ഒരു പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കണില്ല. ഒരു മനുഷ്യർ പാർട്ടിക്കാർ പറഞ്ഞാൽ അവരുടെ ഓരോ കാരണത്തിന് ഞങ്ങൾ വന്നിരുന്നോ നടന്ന പെണ്ണുങ്ങളുമായിട്ട്. അതിനൊന്നും നേരെയില്ല. ഞങ്ങൾ വെള്ളത്തിന്റെ കാരണത്തിന് വിളിച്ചാൽ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാട്. അല്ലാതെ ഞങ്ങൾ ഒരിടത്തും വരാൻ തയ്യാറില്ല. ഇപ്പോൾ ഈ പിള്ളേരോടും പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിലും വെള്ളത്തിന്റെ കാരണത്തിന് വിളിച്ചാൽ വരാമെന്ന്.